ഹായ് ഓൾ, വെൽക്കം ടു ക്ലാസ്മേറ്റ് മലയാളം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന 9ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിൻ്റെ ചാപ്റ്ററാണ് അല്ലേ. 3ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 4 സെക്ഷൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത് വരുന്ന 5ാമത്തെ സെക്ഷൻ ത്രികോണ കേന്ദ്രങ്ങൾ അഥവാ ട്രയാങ്കിൾ സെൻറ്റേഴ്സ്. ഓക്കെ, അതിൻ്റെ തിയറി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം. നമ്മൾ ഇതുവരെ പഠിച്ചതിൻ്റെയൊക്കെ ഒരു കൺക്ലൂഷൻ പോലെയാണ് ആ തിയറി, ആ ഒരു പോർഷൻ വരുന്നത് കേട്ടോ. അതിൻ്റെ മറ്റൊരു കൈൻഡ് ഓഫ് ടോപ്പിക്കാണ്. അപ്പോൾ നമുക്കെന്ത് ചെയ്യാം, ആ തിയറി എന്താണെന്ന് ആദ്യം നോക്കാം. നമുക്ക് ട്രയാങ്കിൾ ഉണ്ട്. നമ്മൾ ഇവിടെ ട്രയാങ്കിൾ, ഓക്കെ, ട്രയാങ്കിൾ സെൻറ്റേഴ്സ് അല്ലേ നമുക്കിവിടെ വേണ്ടത്. അപ്പോൾ ഒരു ട്രയാങ്കിൾ ഉണ്ട്. നിങ്ങൾ ഈ ട്രയാങ്കിൾ കാണുന്നുണ്ടല്ലോ. ഈ ട്രയാങ്കിൾ നമ്മൾ ഈ ഒരു ഓൾട്ടിറ്റ്യൂഡ് വരച്ചിട്ടുണ്ട്. ഈ പിങ്ക് ലൈൻ, ഈ ബ്ലൂ ട്രയാങ്കിളിൻ്റെ, ഈ നീല ട്രയാങ്കിൾ ത്രികോണത്തിൽ ഒരു പിങ്ക് ലൈൻ നമ്മളിവിടെ വരച്ചിരിക്കുന്നു അല്ലേ. ഇതിന് നമ്മൾ മുമ്പും വരച്ച് പഠിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ വരച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ അതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് അഥവാ ഉയരം എന്ന് നമ്മൾ പറയും അല്ലേ. ഇതിൻ്റെ ഉയരം എന്ന് പറയും. അത് ഒരു വെർട്ടക്സിൽ നിന്ന് അതിൻ്റെ ബേസിലേക്ക്, ഒരു മൂലയിൽ നിന്ന് അതിൻ്റെ പാദത്തിലേക്ക് വരയ്ക്കുന്ന ലംബം, അതാണ് അതിൻ്റെ ഉയരം അല്ലെങ്കിൽ ഉന്നതി എന്ന് നമ്മൾ പറയുന്നത്, ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുക അല്ലേ. അപ്പോൾ ഇതിൽ ഒരു ഓൾട്ടിറ്റ്യൂഡ്, നമുക്കിനി വേറൊരു ഓൾട്ടിറ്റ്യൂഡിൽ നമ്മൾ ഈ ഒരു സൈഡ്, നമ്മൾ ഈ ട്രയാങ്കിൾ നോക്കുകയാണെങ്കിൽ ഇത് ABC എന്ന് നമുക്ക് പറഞ്ഞാൽ, ABC എന്ന് പറഞ്ഞാൽ AB നമ്മൾ ബേസ് ആയിട്ട് എടുത്തുകൊണ്ട് സിയിൽ നിന്ന് നമ്മളൊരു പെർപെൻഡിക്കുലർ വെച്ചാൽ എന്തായി, ABCയുടെ ഹൈറ്റ് ആയെന്ന് പറയാം. അവിടെ എന്താണ്, AB ആണ് ബേസ്. ഇനി BC ആണ് നമ്മൾ ബേസ് ആയിട്ട് എടുത്താലോ, BC ആണ് നമ്മൾ പാദമായിട്ട് എടുക്കുന്നത് വെച്ചോളൂ. എന്ത് ചെയ്യണം, എയിൽ നിന്ന് എന്ത് ചെയ്യണം, ഒരു ലംബം നമ്മൾ BCയിലേക്ക് വരയ്ക്കണം, ഒരു ലംബം വരയ്ക്കണം. അപ്പം ഇതെന്താവും, ഇതിപ്പോൾ ഇത് P കൊടുത്തോളൂ. PC ആണ് ഇവിടെ ഹൈറ്റ് എങ്കിൽ ഇവിടെ എന്ത് വരും, Q കൊടുത്താൽ AQ ആണ് ഇവിടുത്തെ ഹൈറ്റ്. കാരണം എന്താണ്, ഇവിടെ പാദം എന്തായി, BC ആയി. ഇവിടെ ആദ്യം എന്തായിരുന്നു, പാദം AB ആയിട്ട് എടുത്താൽ, ബേസ് AB ആണെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് ഈസ് PC. ഇഫ് ബേസ് ഈസ് PC, ഓൾട്ടിറ്റ്യൂഡ് എന്തായാലും ഉറപ്പായിട്ട് മാറണം AQ. ഓക്കെ, AQ. നെക്സ്റ്റ്, ഇനി AC ആണ് നമ്മൾ എടുക്കുന്നതെങ്കിലോ, AC ബേസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കണം, AC ബേസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ബിയിൽ നിന്ന് ACയിലേക്ക് ഒരു വെർട്ടെക്സ് വരയ്ക്കണം, സോറി, ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കണം ACയിലേക്ക്. അപ്പോൾ എന്ത് ചെയ്യും, അതാവും അപ്പോഴത്തെ ഹൈറ്റ്. ഈ ട്രയാങ്കിൾ എപ്പോഴും നമ്മൾ ഈ വച്ചിരിക്കുന്ന രീതിയിൽ AB ആണ് ബേസ് എന്ന് പറഞ്ഞെടുക്കരുത് കേട്ടോ. ട്രയാങ്കിൾ ഏത് സൈഡാണോ നമ്മൾ ബേസ് ആയിട്ട് എടുക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നോക്കുക, അതാണ് അതിൻ്റെ ഹൈറ്റ്. അപ്പോൾ ബേസ് മാറുന്നതോറും ഹൈറ്റ് മാറും. അപ്പോൾ ഇങ്ങനെ മാറ്റി വരച്ചിട്ട്, ഇങ്ങനെ ഹൈറ്റ് വരച്ചിട്ട് ഇത് ഇവിടെ നമ്മൾ പറഞ്ഞു എന്താണ്, ഇവിടെ നിന്ന് ഒരു ഹൈറ്റ് വരച്ചിട്ടുണ്ട്, ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞു അല്ലേ, ABCക്ക്. ABC, സിയിൽ നിന്ന് ABയിലേക്ക് ഒരു ഓൾട്ടിറ്റ്യൂഡ് വരച്ചു, ഇത് CP. ഇനി നമ്മൾ ഈ പോയിന്റ്, ഇത് മിഡ് പോയിന്റ് ആയിട്ട് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ട്രയാങ്കിൾ എന്ത് ചെയ്യുന്നു, മിഡ് പോയിന്റ് എന്ന് പറയുന്നില്ല, ABക്ക് പാരലായിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ലൈൻ. ഇത് ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം, MNO എന്ന് പറയാം, MNO അല്ലെങ്കിൽ O എഴുതുന്ന MNR. ഓക്കെ, MNR നമ്മളൊരിത് വരയ്ക്കുന്നു. ഇവിടെ ABക്ക് പാരലാണ്, AB എന്ന് പറയുന്ന സൈഡിന് പാരലാണെന്ത്, MN. ആ MNന് എവിടെ, സിയിൽ കൂടെയാണ് എന്ത് ചെയ്യുക, MN പാസ് ചെയ്തു പോവുക. അതുപോലെ BCക്ക് പാരലാണെന്ത്, MR. അത് എവിടെ കൂടെ പാസ് ചെയ്തു പോകും, എയിൽ കൂടെ പാസ് ചെയ്തു. അതുപോലെ RNന് പാരലാണെന്ത്, RN ACക്ക് പാരലാണ്, AC എന്ന് പറയുന്ന സൈഡിന് പാരലാണ് RN. അത് ഏതിൽ കൂടെ പാസ് ചെയ്തു പോകും, ബിയിൽ കൂടെ. നമ്മൾ നോക്കുവാണെങ്കിൽ ഈ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ, ഇതിപ്പോൾ പാരലാണ് നമ്മൾ പറഞ്ഞില്ലേ, ഇതിന് പാരലാണ് അല്ലേ. അതുപോലെ ഇതെന്ത്, ഇവിടെ പാരലാണ്. AC എന്തിന് പാരലാണ്, RNന് പാരലാണ്, അതായത് സമാന്തരമായിട്ടാണ് പോകുന്നത്. ഇങ്ങനെ പോകുന്ന വരയുടെ പ്രത്യേകത എന്താണെന്ന് അറിയാവോ, ഈ വരകളുടെ സമഭാജികളായിരിക്കും നമ്മൾ ഈ വരച്ച ഓൾട്ടിറ്റ്യൂഡ്. ഈ CP കണ്ടോ, ഈ CP എന്ന് പറയുന്ന ഓൾട്ടിറ്റ്യൂഡ് MNന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും. ഓക്കെ, CP വിൽ ബി ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് MN. ഓക്കെ, അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് ഇപ്പോൾ മനസ്സിലാക്കുക. CP എന്തായിരിക്കും, MNന്റെ പെർപെൻഡിക്കുലർ. CP ശരിക്കും എന്തുവാ, ഈ ട്രയാങ്കിൾ ABCയിലെ AB ബേസ് ആയിട്ട് വരുമ്പോൾ ഉള്ള ഹൈറ്റ് ആണത് CP. ബട്ട് ദാറ്റ് CP വിൽ ബി ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് MNനും കൂടെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ എല്ലാ വശത്തു നിന്നും പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചാൽ എന്ത് സംഭവിക്കും,
അതെല്ലാം ഒരേ പോയിന്റ് ഇന്റർസെക്ട് ചെയ്യുന്ന നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് എല്ലാം ഒരേ പോയിന്റ് ഇന്റർസെക്ട് ചെയ്യും. നമ്മൾ അവിടെ എടുത്തിട്ടാണ് നമ്മൾ സർക്കം സർക്കിളൊക്കെ വരയ്ക്കുന്നത് അല്ലേ. ഇതിന് പരിവൃത്തം വരയ്ക്കുന്നത്, ത്രികോണത്തിന് പരിവൃത്തമൊക്കെ വരയ്ക്കുന്നത് ആ പോയിന്റ് എടുത്തിട്ടാണ്. അപ്പോൾ അത് ആ കോൺസെപ്റ്റ് എന്ത് ചെയ്യുക, ഇവിടെ എടുക്കുക. പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് ഓൾ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ വിൽ ഇന്റർസെക്ട് അറ്റ് എ സെയിം പോയിന്റ്. ത്രികോണത്തിന്റെ എല്ലാ വശങ്ങളുടെയും ലംബ സമവാചികൾ ഒരേ ബിന്ദുവിൽ കൂട്ടിമുട്ടുന്നു. ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പെർപെൻഡിക്കുലർ ബൈസെക്ടറിന് ഇതിനാണ് ഏത് പുറത്തെ ത്രികോണമില്ലേ, പുറത്തെ ത്രികോണം അതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണത്. അതെന്ത് ചെയ്യുന്നു, അകത്തെ ത്രികോണത്തിനും എന്ത് ചെയ്യുന്നു, അത് ബാധകമാണ്. അകത്തെ ത്രികോണത്തിന്റെ ഉയരമാണെങ്കിലും പുറത്തെ ത്രികോണത്തിനെ സംബന്ധിച്ച് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയതുകൊണ്ട് അതെന്ത് ചെയ്യും, ഒരേ പോയിന്റിലൂടെ കടന്നു പോകും. അതായത് നിങ്ങൾക്ക് ഒന്നുകൂടെ അത് ക്ലിയർ ആയിട്ട് പറയുവാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ട്രയാങ്കിൾ നമ്മൾ വരച്ചെന്ന് വെച്ചോളൂ, ഈ ഒരു ത്രികോണം. ഓക്കെ, ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, ഇതിനൊരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ, നമുക്കിത് കുറച്ചുകൂടെ ഒന്ന് വലുതാക്കാം. ഈ ട്രയാങ്കിളിന് നമ്മൾ എന്ത് ചെയ്യുന്നു, പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണമെന്ന് വെച്ചോളൂ. ഇതിന്റെ ഒരു സർക്കം സർക്കിൾ വരയ്ക്കാൻ സെന്റർ നമ്മൾ എങ്ങനെയാണ് വിളിക്കും, ABC ആണ് ഈ ട്രയാങ്കിൾ എങ്കിൽ, ഈ ട്രയാങ്കിളിൽ ആദ്യം എന്ത് ചെയ്യും, എയിലെ കോമ്പസിന്റെ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യും, പെൻസിൽ നമ്മൾ പകുതിയിൽ കൂടുതലോ ഡിസ്റ്റൻസ് എടുക്കും അല്ലേ, ഹാഫിനേക്കാൾ കുറച്ച് കൂടുതലോ ഡിസ്റ്റൻസ് എടുത്തിട്ട് മുകളിലും താഴെ എന്ത് ചെയ്യും, ആർക്ക് വരയ്ക്കും. എന്നിട്ട് ബിയിൽ നിന്ന് എന്ത് ചെയ്യും, ആർക്ക് വരയ്ക്കും. സോ വി വിൽ ഗെറ്റ് എ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് AB. അതുപോലെ തന്നെ BC എന്ന് പറയുന്നത് വെച്ചിട്ട് പകുതിയിൽ കൂടുതൽ കോമ്പസിൽ അളവെടുക്കും അല്ലേ, ഈ സൈഡിന്റെ BCയുടെ പകുതിയിൽ കൂടുതൽ. ഓക്കെ, മോർ ദാൻ എ ഹാഫ് എടുത്തിട്ട് എന്ത് ചെയ്യും, അവിടെ എന്ത് ചെയ്യും, ആർക്ക് മാർക്ക് ചെയ്യും. ഇവിടെ ബിയിൽ വെച്ച് മാർക്ക് ചെയ്യും, സിയിൽ വെച്ച് എന്ത് ചെയ്യും, ഓരോ ആർക്ക് മാർക്ക് ചെയ്യുമ്പോൾ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റുകൾ നമ്മൾ എന്ത് ചെയ്യും, പിന്നെ കൂട്ടിക്കൂട്ടും. അപ്പോൾ ഈ രണ്ട് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് എന്ത് ചെയ്യും, ഇവിടെ ഇന്റർസെക്ട് ചെയ്യും. ആ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും എന്ത്, ഇതിന്റെ സർക്കം സർക്കിളിന്റെ സെന്റർ. അതിന് മൂന്നാമത്തെ എൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചാൽ എന്ത് ചെയ്യും, അത് ഈ സെയിം പോയിന്റിൽ കൂടെ എന്ത് ചെയ്യും, പാസ് ചെയ്ത് പോകും. ഇതേ വെർട്ടെക്സിൽ പോകണം നിർബന്ധമില്ല കേട്ടോ, സെയിം പോയിന്റിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ ഇത് കണ്ടോ നിങ്ങൾ, ഈ ഒരു പോയിന്റ്, ഇത് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് ഈ മൂന്നെണ്ണം. ഓക്കെ, ABC എന്ന് പറയുന്ന ത്രികോണത്തില് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ്, അത് ലംബ സമവാചികൾ വരച്ചിരിക്കുന്ന പോയിന്റ് ആണെന്ത്, ഈ മൂന്നെണ്ണം. അതിന് നമുക്ക് എന്ത് ചെയ്യാം, PQR എന്ന് നമുക്ക് പേര് കൊടുത്താൽ, തൽക്കാലം PQR നമ്മൾ പേര് കൊടുക്കുകയാണെങ്കിൽ, PQR എന്ന് പേര് കൊടുത്താൽ, ഇത് Q. ഓക്കെ, PQR എന്ന് പേര് കൊടുത്താൽ ഈ ചിത്രവും ഇതുമായിട്ട് കമ്പയർ ചെയ്ത് എന്ത് സംഭവിക്കും വെച്ചാൽ, ഈ പുറത്ത് കാണുന്ന ഡോട്ടഡ് ട്രയാങ്കിൾ ഇല്ലേ, നമ്മൾ തൊട്ട് മുമ്പ് കണ്ട ഈ ട്രയാങ്കിൾ പുറത്ത് കാണുന്ന MNR അല്ലേ, MNR എന്ന് പറയുന്ന ട്രയാങ്കിൾ, അതാണ് നമ്മളിപ്പോൾ വരച്ച ട്രയാങ്കിൾ, ഈ പുറത്തെ ട്രയാങ്കിൾ അതിപ്പോൾ വരച്ചു. അപ്പം നമുക്ക് എന്ത് മനസ്സിലായി, അത് ഈ പോയിന്റിൽ കൂട്ടിമുട്ടും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അതിന്റെ ബൈസെക്ടേഴ്സ് ഈ പോയിന്റിൽ ഒരേ പോയിന്റിൽ കൂട്ടിമുട്ടും എന്നുള്ള കാര്യം നമുക്ക്, സൈഡ്സിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഒരേ പോയിന്റിൽ കൂട്ടിമുട്ടും എന്നുള്ള കാര്യം നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ്, നമ്മൾ വരച്ചിട്ടുള്ളതാണ് അല്ലേ, നമ്മൾ വരച്ച് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പുറത്തെ ട്രയാങ്കിൾ വരച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ അകത്തെ ട്രയാങ്കിൾ എങ്ങനെ വന്നു, ഈ വെർട്ടെക്സുകൾ എന്താണ് കൂട്ടിമുട്ടിച്ച് വരച്ചപ്പോൾ എന്ത് കിട്ടി, അകത്തെ ട്രയാങ്കിൾ കിട്ടി. മനസ്സിലായോ, ഈ വെർട്ടെക്സുകളെ Pയും Rഉം കൂട്ടിമുട്ടിച്ചു, Pയും Qയും കൂട്ടിമുട്ടിച്ചു, QRഉം Pയും Rഉം കൂട്ടിമുട്ടിച്ചു. ഇപ്പോഴാണ് നമുക്ക് അകത്ത് കിട്ടിയത്. കണ്ടോ, അകത്ത് ഈ വെർട്ടെക്സുകളിൽ നിന്ന് വരച്ചവരെ എങ്ങനെ വന്നു, ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടർ തന്നെയാണ് ഈ വെർട്ടെക്സുകളിൽ നിന്ന് വരയ്ക്കുന്നത്. കണ്ടോ, ഈ വലിയ ത്രികോണത്തിന്, പുറത്തുള്ള വലിയ ത്രികോണത്തിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ലംബ സമവാചികളാണ് അകത്തുള്ള ത്രികോണത്തിന്റെ എന്താണ്, വെർട്ടെക്സിൽ നിന്ന് നമ്മൾ വരയ്ക്കുന്ന ഹൈറ്റ്. ഓക്കെ, വെർട്ടെക്സിൽ നമ്മൾ വരയ്ക്കുന്ന ഹൈറ്റ്, ഉയരം അഥവാ ഉന്നതി എന്നുള്ള കാര്യം മനസ്സിലായല്ലോ. സോ ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് ഈ പോകുന്ന ഉന്നതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എന്ത് വരുന്നത്, ഇതെല്ലാം ഒരേ പോയിന്റിൽ കൂട്ടിമുട്ടുന്നുള്ള ഈ ഒരു പോയിന്റിലേക്ക് നമ്മൾ എത്തുന്നത്. ഏത് ത്രികോണത്തിന്റെയും ഉന്നതികളെല്ലാം ഒറ്റ ബിന്ദുവിൽ കൂടെ കടന്നു പോകും. ഇൻ എനി ട്രയാങ്കിൾ ഓൾ ദി ഓൾട്ടിറ്റ്യൂഡ്സ് ഇന്റർസെക്ട് അറ്റ് സിംഗിൾ പോയിന്റ്. ഓക്കെ, ഇൻ എനി ട്രയാങ്കിൾ ഓൾ ദി ഓൾട്ടിറ്റ്യൂഡ്സ് ഇന്റർസെക്ട് അറ്റ് എ സിംഗിൾ പോയിന്റ്. ഏത് ത്രികോണത്തിലെ ഉന്നതികളെല്ലാം ഒറ്റ ബിന്ദുവിൽ കൂടെ കടന്നു പോകുമെന്ന് നമുക്ക് കാണാം. അപ്പൊ ഇങ്ങനെ കൂട്ടിമുട്ടുന്ന ഇതിനെ നമുക്ക് ലംബകേന്ദ്രം അഥവാ ഓർത്തോ സെന്റർ എന്ന് പറയും കേട്ടോ. ലംബകേന്ദ്രം
കേന്ദ്രം ഓക്കെ അഥവാ ഓർത്തോ സെന്റർ എന്ന് പറയും. ലംബകേന്ദ്രം അഥവാ ഓർത്തോ സെന്റർ. ഇതിങ്ങനെ വരച്ചു. എന്ത് ചെയ്തു? എല്ലാ ലംബങ്ങളും എന്ത് ചെയ്തു? എല്ലാ ഉന്നതികളും ഒരേ പോയിന്റിൽ കൂട്ടിമുട്ടി, എല്ലാ ഓൾട്ടിറ്റ്യൂഡ്സും. ഇതൊരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ എന്താണ്? പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് സൈഡ്സും എന്ത് ചെയ്യും? ഒരേ പോയിന്റിൽ കൂട്ടിമുട്ടും. അപ്പോൾ ഈ വെർട്ടക്സിൽ നിന്ന് വരയ്ക്കുന്ന ലൈനുകളും എല്ലാം ഒരേ പോയിന്റിൽ നിന്ന് കൂട്ടിയിട്ടു. ഇനി പെർപെൻഡിക്കുലർ ബൈസെക്ടർ എടുത്താലും എന്ത് ചെയ്യും? ഒരേ പോയിന്റിൽ നിന്ന് കൂട്ടിമുട്ടും. അങ്ങനെയെങ്കിൽ ഈ വെർട്ടക്സിൽ നിന്ന് ഈ മിഡ് പോയിന്റ്, അതായത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ എവിടെയാണ് വരയ്ക്കുന്നത്? മിഡ് പോയിന്റിൽ കൂടെ പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നതാണ് അല്ലെ? ഒരു സൈഡിന്റെ മിഡ് പോയിന്റിൽ കൂടെ പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നതാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ്. അതാണ് ബൈസെക്ടേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഈക്വൽ ആയിട്ട് ഭാഗിക്കുന്നു, മിഡ് പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നതുകൊണ്ട് ഈക്വൽ ആയിട്ട് ആ സൈഡിനെ ഡിവൈഡ് ചെയ്യുന്നു. സോ അങ്ങനെയെങ്കിൽ ഈ വെർട്ടെക്സ് ടു മിഡ് പോയിന്റ് കണക്ട് ചെയ്യുന്ന 3 വരകൾ ഉണ്ടാവുമല്ലോ, അത് ഒരേ പോയിന്റിലൂടെ പാസ് ചെയ്ത് പോകുമോ എന്നുള്ള കാര്യമാണ് നമുക്ക് നോക്കേണ്ടത് കേട്ടോ. അതായത് ഈ ഫിഗർ എടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇവിടെ ഒരു പെർപെൻഡിക്കുലർ ആണ് അല്ലെ? ഇതിപ്പോൾ ഇവിടെ ഒരു പെർപെൻഡിക്കുലർ ആണ്. ജസ്റ്റ് പെർപെൻഡിക്കുലർ എന്ന് ഈ വെർട്ടെക്സിൽ നിന്നൊരു പെർപെൻഡിക്കുലർ. ഇനി അവർ ചോദിക്കുന്നത് ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടർ, അതായത് ഇതിന്റെ മിഡ് പോയിന്റിൽ നിന്ന് സിയിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇവിടെ എയിൽ നിന്ന് ഓപ്പോസിറ്റ് ഉള്ള സൈഡിന്റെ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്നു. അപ്പോൾ ഇവിടെ എന്ത്? ഇത് രണ്ടും ഒരു പോയിന്റിൽ കൂട്ടിമുട്ടെന്ന് അറിയാം. എങ്കിൽ നമ്മൾ മൂന്നാമത് ഒരു വര കൂടെ വരച്ചു കഴിഞ്ഞാൽ, ബിയിൽ നിന്ന് ഒരു വര കൂടെ വരച്ചു കഴിഞ്ഞാൽ, ഇവിടുത്തെ മിഡ് പോയിന്റിലേക്ക് ഒരു വര കൂടെ വരച്ചു കഴിഞ്ഞാൽ, അത് ഈ പോയിന്റിൽ കൂടെ, ഈ നമ്മൾ ഈ കാണിക്കുന്ന ഈ പോയിന്റിൽ കൂടെ കടന്നു പോകുന്നുള്ള കാര്യമാണ് നമുക്ക് അടുത്ത് നോക്കേണ്ടത്. ഓക്കെ, കടന്നു പോകുമോ ഇല്ലയോ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ ഇതെന്താണ്? ഈ ട്രയാങ്കിളിന്റെ വെർട്ടെക്സ് കാണും അല്ലെ? ഇതൊരു വെർട്ടെക്സ്. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? പേര് കൊടുക്കാം. ദിസ് ഈസ് എ, ദിസ് ഈസ് ബി, ദിസ് ഈസ് സി. ഇതിന് ഈ പോയിന്റ് നമുക്ക് ഡി എന്നെടുക്കാം, ഇതിന് ഇ എന്നെടുക്കാം, ഇതിന് ജി എന്നെടുക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളില് ബി സിയുടെ മിഡ് പോയിന്റ് ആണ് ഡി, എ സിയുടെ മിഡ് പോയിന്റ് ആണ് ഇ. ഓക്കെ, അപ്പൊ നമുക്കറിയാവുന്ന കാര്യമാണ് എന്ത്? ഈ മിഡ് പോയിന്റ് കണക്ട് ചെയ്ത് നമ്മൾ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വാട്ട് വിൽ ഹാപ്പൻ? ദിസ് ഇ ഡി വിൽ ബി ഈക്വൽ ടു ഹാഫ് ഓഫ് എ ബി അല്ലേ? ഇ ഡി എന്തിന് പാരലായിരിക്കും? എ ബിക്ക് പാരലായിരിക്കും. കാരണം എന്താണ്? നമ്മൾ ഈ രണ്ട് വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിച്ച് വരയ്ക്കുന്നവർ എന്ത് ചെയ്യും? മൂന്നാമത്തെ വശത്തിന് സമാന്തരമോ അതിന്റെ പകുതിയായിരിക്കും അല്ലേ? ദ ലൈൻ ജോയിനിങ് മിഡ് പോയിന്റ്സ് ഓഫ് any two sides of a triangle will be parallel and half of the distance of the third side. നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇ ഡി എന്തായിരിക്കും? എ ബിയുടെ പകുതിയായിരിക്കും. അതുപോലെ എന്താണ്? എ ജി എന്ന് പറയുന്ന സൈഡിന് നമ്മളൊരു മിഡ് പോയിന്റ് എടുത്തിട്ട് ബി ജി എന്ന് പറയുന്ന സൈഡിന് മിഡ് പോയിന്റ് എടുത്ത് അതിനെ ജോയിൻ ചെയ്ത് ഒരു വര വരച്ചാൽ എന്താണ്? അതും എന്താണ്? എ ബിക്ക് പാരലാണ്, ഇ ഡിക്ക് ഈക്വലുമാണ് അല്ലേ? ഇ ഡിക്ക് ഈക്വലുമാണ്. അപ്പോൾ നമുക്കിത് ഇതുപോലെ കണ്ടോ? ഇവിടെ ഈ ഫിഗർ നോക്കിയാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇ ഡിയും പി ക്യു ഒക്കെ എന്താണ്? എ ബിയുടെ പാരലാണ്. നമ്മൾ അതൊക്കെയാണ് ഇത്രയും നേരം കണ്ടത്. കാരണം പി കോമ ക്യു എന്താണ്? പി കോമ ക്യു മിഡ് പോയിന്റ് ഓഫ് എ ജി ആണ്. എ ജി ആൻഡ് ബി ജി ആണ്. പി എന്താണ്? മിഡ് പോയിന്റ് ഓഫ് എ ജി, ക്യു മിഡ് പോയിന്റ് ഓഫ് ബി ജി, അടുത്ത് ഇ മിഡ് പോയിന്റ് ഓഫ് എ സി, ഡി മിഡ് പോയിന്റ് ഓഫ് ബി സി. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇത് ടെക്സ്റ്റ് ബുക്കിൽ സോൾവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇ ഡി ഈക്വൽ ടു ഹാഫ് എ ബി എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇ ഡി ഈക്വൽ ടു ഹാഫ് എ ബി എന്ന് നമുക്ക് പറയാം ധൈര്യമായിട്ട്. അതുപോലെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇ ഡി ഈക്വൽ ടു ഹാഫ് എ ബി എന്ന് പറയുന്ന പോലെ തന്നെയാണെന്ത്? പി ക്യു എന്തായിരിക്കും? പി ക്യൂവും ഹാഫ് എ ബി ആയിരിക്കും അല്ലേ? പി ക്യു ഹാഫ് എ ബി ആയിരിക്കും. പി ക്യു എന്ന് പറയുന്നത് ഹാഫ് എ ബി ആയിരിക്കും. കാരണം എന്താണ്? എ ബിക്ക് പാരലലും ആണ്, അത് മിഡ് പോയിന്റ്സിന് കണക്ട് ചെയ്ത് വരയ്ക്കുന്നവരെ അല്ലേ? അതുകൊണ്ട് അത് എ ബിക്ക് പാരലലും ആണ്. കൂടാതെ എന്തു പറയാം? അത് പകുതി, എ ബിയുടെ പകുതിയാണ് നമുക്ക് പറയാം. അപ്പോൾ സോറി, പി ക്യു ഇസ് ഈക്വൽ ടു ഹാഫ് എ ബി. ശരി, ഇനി നമ്മൾ നോക്കിയത് മിഡ് പോയിന്റ് അല്ലേ? എ ജിയുടെ മിഡ് പോയിന്റ് ആണ് പി. പി കോമ ക്യു എന്താണ്? മിഡ് പോയിന്റ് ഓഫ് ഏതിൻ്റെയൊക്കെയാ? എ ജി കോമ ബി ജി.
എ ജിയുടെയും ബി ജിയുടെയും മിഡ് പോയിന്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? എ പി ജി എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്? പി ജി എന്ന് പറയുന്നത് എ പിക്ക് തുല്യമാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ പി ജി ഈക്വൽ ടു എ പി ആണെന്ന് പറയാം. അതുപോലെ തന്നെ എന്ത് പറയാം? ക്യൂ ബി ഈസ് ഈക്വൽ ടു ജി ക്യൂ ആണെന്ന് പറയാം. അതൊരു കാര്യം. ഇത് നമുക്കറിയാന്നുള്ള കാര്യം എന്താണ്? പി ക്യു ഡി ഇ എന്ന് പറയുന്നത് എന്താണ്? പി ക്യു ഡി ഇ ഒരു പാരലലോഗ്രാം ആണെന്ന് നമുക്കറിയാം അല്ലേ? ഒരു സാമാന്തരികമാണെന്നുള്ള കാര്യം നമുക്കറിയാം. നമ്മൾ തെളിയിച്ചാണ്, കഴിഞ്ഞ സെക്ഷനിൽ ഇതൊക്കെ തെളിയിച്ചാണ്. പി ക്യു ഡി ഒരു സാമാന്തരികം ആയതുകൊണ്ട് അതിന്റെ ഡയഗണൽസ് എന്തായിരിക്കും? ഒരു സാമാന്തര്യത്തിന്റെ ഒരു പാരലോഗ്രാമിന്റെ ഡയഗണൽസ്, വികരണങ്ങളുടെ പ്രത്യേകത എന്താണ്? അവ സമഭാഗം ചെയ്യും, പരസ്പരം എന്ത് ചെയ്യും? സമഭാഗം ചെയ്യും, ബൈസെക്ട് ചെയ്യും. ദേ വിൽ ബൈസെക്ട് ഈച്ച് അതർ. അപ്പൊ ഇവിടെ നോക്കിയാൽ നമുക്ക് പി ഡിയും ക്യു ഇയും എന്താണ്? ഡയഗണൽസ് ആണ്, വികരണങ്ങളാണ്. ഏത് സാമാന്തര്യത്തിന്റെ? പി ക്യു ഡി എന്ന് പറയുന്ന ഈ സാമാന്തര്യത്തിന്റെ വികരണങ്ങളാണ് പി ഡിയും ക്യു ഇയും. അങ്ങനെയെങ്കിൽ ഇതെന്ത് ചെയ്യും? ബൈസെക്ട് ചെയ്യും. എവിടെ? ജിയിൽ വെച്ചിട്ട് ബൈസെക്ട് ചെയ്യും, പരസ്പരം സമഭാഗം ചെയ്യും. അതിന്റെ അർത്ഥം എന്താണ്? പി ജി ഈക്വൽ ടു ജി ഡി. അതുപോലെ തന്നെ ക്യു ജി ഈക്വൽ ടു ജി ഇ അല്ലേ? ദിസ് പി ജി ഈക്വൽ ടു ജി ഡി ആണ്, ക്യു ജി ഇസ് ഈക്വൽ ടു ജി ഇ ആണ്. അത് നമുക്ക് പറയാൻ പറ്റും ഇതിൽ. കാരണം എന്താണ്? അത് സാമാന്തര്യത്തിന്റെ പ്രോപ്പർട്ടിയാണ്, പാരലോഗ്രാമിന്റെ പ്രോപ്പർട്ടിയാണ്. എന്താണ്? അതിന്റെ വികരണങ്ങൾ എന്ത് ചെയ്യും? പരസ്പരം സമഭാഗം ചെയ്യും. The diagonals of a parallelogram bisect each other. ഓക്കെ, അതാണ് ഇതിൽ വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു കേസ് വെച്ചിട്ട് നോക്കിയാൽ എന്ത് പറയാൻ പറ്റും? എ പി എന്തിന് ഈക്വൽ ആണ്? മൊത്തത്തില് പി ജി ഈക്വൽ ടു എ പി ആണ്, പി ജി ഈക്വൽ ടു ജി ഡി ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? പി ജി ഈക്വൽ ടു ജി ഡി ഈക്വൽ ടു എ പി എന്ന് പറഞ്ഞൂടെ? പറയാം. അതുപോലെ മറ്റെന്ത് പറയാൻ പറ്റും? ക്യൂ ബി ഈസ് ഈക്വൽ ടു ജി ക്യൂ. അതുപോലെ ക്യൂ ജി എന്ന് പറഞ്ഞാൽ ജി ക്യൂ എന്ന് പറഞ്ഞാൽ സെയിം ആണ് കേട്ടോ. ക്യൂ ജിയും ജി ക്യൂയും സെയിം ആണ്. അതെന്താ? ജിക്കും ഈക്വൽ ആയിരിക്കും. അപ്പോൾ എന്ത് പറയാം? ക്യൂ ജി ഈസ് ഈക്വൽ ടു ജി ഇ ഈസ് ഈക്വൽ ടു ക്യൂ ബി എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇങ്ങനെയും പറയാം, ഇങ്ങനെയും കൂടെ പറയാം. അപ്പൊ നമുക്ക് ഈ എ ജിയുടെ ലെങ്ത് കണ്ടുപിടിച്ചാലോ? എ ജിയുടെ ലെങ്ത് എന്തായിരിക്കും? എ ജി എന്തായിരിക്കും കിട്ടുക? എ ജി ഈക്വൽ ടു എ പി പ്ലസ് പി ജി അല്ലേ? എ പി പ്ലസ് പി ജി ആണ് എ ജി വരുന്നത്. നോക്കൂ, എ പി പ്ലസ് പി ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പി എന്തിന് തുല്യമാണ്? പി ജിക്ക് തുല്യമാണ് അല്ലെ? എ പി ഈസ് ഈക്വൽ ടു പി ജി. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 2 പി ജി അല്ലെ? 2 പി ജി എന്ന് എഴുതാം, 2 പി ജി എന്ന് എഴുതാം. എ ജി എന്ന് പറയുന്നത് 2 പി ജി എന്ന് എഴുതി കൂടെ? കാരണം എന്താണ്? എ പി ഈസ് ഈക്വൽ ടു പി ജി ആണ്. സിമിലർലി നമുക്ക് എന്ത് പറയാൻ പറ്റും? ബി ജി എന്താണ്? വാട്ട് ഇസ് ബി ജി? ദിസ് ലെങ്ത് ബി ജി. ബി ജി ഈസ് ഈക്വൽ ടു, ഇവിടെ എന്താണ് പറയുന്നത്? ബി ക്യു ഈസ് ഈക്വൽ ടു ജി ക്യു. ഓക്കെ, അല്ലെങ്കിൽ ക്യൂ ജി. അപ്പൊ ബി ക്യു പ്ലസ് ക്യൂ ജി എന്ന് പറയാൻ പറ്റും നമുക്ക് ഇതിനെ. ബി ജി എന്ന് പറയാൻ പറ്റും ബി ക്യു പ്ലസ് ക്യൂ ജി. അപ്പൊ ബി ക്യു പ്ലസ് ക്യൂ ജി, അതായത് ബി ക്യു, ഇത് മുതൽ ബി ക്യു ടു ക്യൂ ജി. ബി ക്യു പ്ലസ് ക്യൂ ജി ആണെന്ത്? ബി ജി. അങ്ങനെയെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 2 ജി ഇ എന്ന് എഴുതി കൂടെ? 2 ജി ഇ എന്ന് എഴുതി കൂടെ? കാരണം എന്താണ്? ദിസ് ബി ക്യൂവും ക്യൂ ജി ഒക്കെ എന്തിന് ഈക്വലാ? ജിക്ക് ഈക്വൽ ആണ്. അതുപോലെ ഇത് 2 പി ജി പോലെ എന്ത് പറയാം? 2 ജി ഡി എന്നും പറയാം അല്ലെ? 2 ജി ഡി എന്നും എ ജിയെ പറയാം. എ ജി ഈക്വൽ ടു 2 ജി ഡി. കാരണം ആ ലെങ്തുകൾ ഈക്വൽ ആണ്. അതായത് എ പി ഈസ് ഈക്വൽ ടു പി ജി ഈസ് ഈക്വൽ ടു ജി ഡി. അതുകൊണ്ട് തന്നെ എന്ത് പറയാൻ പറ്റും നമുക്ക്? ഈ എ ജി എന്ന് പറയുന്ന ലെങ്ത് എന്തായിരിക്കും? എ ജി ഈക്വൽ ടു 2 ജി ഡിക്ക് തുല്യമായിരിക്കും. അതായത് കൂട്ടിമുട്ടുന്ന സ്ഥലത്ത് എങ്ങനെ മുറിഞ്ഞു പോകുന്നു എന്നുള്ള അനുസരിച്ച്. അതുപോലെ ഈ ബി ജി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? 2 ജി ഇക്കും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ നമുക്ക് കിട്ടും. അതായത് നോക്കിയാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടുത്തെ റേഷ്യോ എന്തായിരിക്കും? ഈ സൈഡ് എ ഡിയുടെ എടുത്തു കഴിഞ്ഞാൽ ജി ഡി ബൈ എ ജി നോക്കിയാൽ എന്ത് കിട്ടും? ജി ഡി ബൈ എ ജി ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ജി ഡി ബൈ എ ജി ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും എന്നുള്ളത് നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദിസ്? ജി ഡി ഡിവൈഡ് ബൈ എ ജി. ജി ഡി എന്താണ്?
just keep it as GD divided by then AG. AG എന്തിന് ഈക്വൽ ആണ്? 2GD ഈക്വൽ ആണ്. 2GD. So GD cancels. So it is 1/2. That is 1:2. Similarly, what is EG by BG? എന്തായിരിക്കും? What is EG by അല്ലെങ്കിൽ GE by BG? G divided by BG യുടെ വാല്യൂ എന്താ? BG is equal to 2GE. So GE cancel, it is 1/2. That is 1:2. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതിനെ ഈ രണ്ട് ലൈൻസ്, ദിസ് ലൈൻ EB and AD, which is connecting one vertex and to the mid of opposite side, ഒരു മൂലയും അതിന്റെ എതിർവശത്തിന്റെ മധ്യബിന്ദുവും കണക്ട് ചെയ്യുന്ന വര, ആ വരകൾ എന്ത് ചെയ്യും? ഒരേ ബിന്ദുവിൽ കൂട്ടിമുട്ടും എന്ന് മാത്രമല്ല അവ ഡിവൈഡ് ചെയ്യുന്ന, അവ ഈക്വൽ, അതായത് സെയിം റേഷ്യോയിലായിരിക്കും എന്ത് ചെയ്യുക? ഡിവൈഡ് ആയി പോകും. സെയിം റേഷ്യോയിലായിരിക്കും ഡിവൈഡ് ആവുക. ദാറ്റ് ഈസ് 1:2 എന്നുള്ള റേഷ്യോ. അല്ലെങ്കിൽ വേറൊരു രീതിക്ക് നോക്കിയാൽ 2:1. ഏത് സൈഡിൽ നിന്നാണ് നോക്കുന്നത്? AG is to GD ആണെങ്കിൽ ഇറ്റ് ഈസ് 2:1. അല്ല GD is to AG ആണെങ്കിൽ ദാറ്റ് ഈസ് 1:2. ആ റേഷ്യോയിൽ ഇത് 1 പാർട്ട് ആണെങ്കിൽ ദിസ് വിൽ ബി 2 പാർട്ട്. ഇഫ് ദിസ് ഈസ് 1 പാർട്ട്, ദിസ് ഈസ് 2 പാർട്ട്. ആ രീതിയിൽ എന്ത് ചെയ്യും? ഡിവൈഡ് എന്നുള്ള കാര്യം നമുക്ക് ഇവിടെ കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ മൂന്നാമതൊരു ലൈൻ വരച്ചാൽ എന്ത് ചെയ്യും? അതും എന്ത് ചെയ്യും? ഇതിൽ കൂടെ തന്നെ പാസ് ചെയ്തു പോകും. അവിടെ എന്താണ്? ഈ ഒരു റിലേഷൻ ബാധകമാണ്. ദാറ്റ് ഈസ് നമുക്ക് അതിനിപ്പോൾ ഒരു എസ് എന്ന് കൊടുത്താൽ, അതിന് എസ് എന്ന് കൊടുക്കാൻ SG is to CG എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? SG is to CG ചെയ്താൽ SG is to CG സെയിം 1:2 ആയിരിക്കും. ഓക്കെ, സെയിം 1:2 ആയിരിക്കും. ഒരേ അംശബന്ധത്തിലായിരിക്കും എന്ത് ചെയ്യുക? മുറിക്കുക കേട്ടോ, ഒരേ അംശബന്ധത്തിലായിരിക്കും. അപ്പോൾ ഇതെല്ലാം കോമൺ ആയിട്ട് ഒരു ബിന്ദു കൂടെ തന്നെ എന്ത് ചെയ്യും? പാസ് ചെയ്ത് പോവുകയും ചെയ്യും. ഓക്കെ, സെയിം പോയിന്റ് കൂടെ തന്നെ ഇത് പാസ് ചെയ്തും പോകും. ആ ഒരു കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് പറയാം? ഇതിന് നമുക്ക് ഈ ബിന്ദുവിൻ്റെ ഒരു പേരുണ്ട്, മധ്യമ കേന്ദ്രം അഥവാ സെൻട്രോയിഡ്. നമ്മൾ ഈ പോയിന്റിന് പറയുന്ന ഒരു പേരുണ്ട്, നമ്മൾ മുമ്പ് കേട്ടുള്ള കാര്യമാണ് സെൻട്രോയിഡ്. ഓക്കെ, അഥവാ മധ്യമ കേന്ദ്രം എന്ന് പറയും. മധ്യമ കേന്ദ്രം എന്ന് പറയും. ദാറ്റ് ഇസ് സെൻട്രോയിഡ്. അതായത് ഒരു ട്രയാങ്കിളിൽ ഒരു മൂലയും എതിരെയുള്ള വശത്തിന്റെ മധ്യബിന്ദു നമ്മൾ വരയ്ക്കുന്ന വരകൾ എന്ത് ചെയ്യും? കൂട്ടിമുട്ടി കടന്നു പോകുന്ന ബിന്ദുവാണെന്ത്? സെൻട്രോയിഡ് അഥവാ മധ്യമ കേന്ദ്രം. അങ്ങനെയെങ്കിൽ നമുക്ക് ഇതിന് എന്ത് ചെയ്യാം? ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. ഏത് ത്രികോണത്തിനെയും നടുവരകൾ മൂന്നും ഒറ്റ ബിന്ദുവിലൂടെ കടന്നു പോകും. ഓക്കെ, നടുവരകൾ മൂന്നും ഒറ്റ ബിന്ദുവിലൂടെ കടന്നു പോകും. ഓരോ മൂലയിൽ നിന്നും ഈ ബിന്ദുവിലേക്കുള്ള അകലം എതിർവശത്തിന്റെ മധ്യബിന്ദുവിൽ നിന്നുള്ള അകലത്തിന്റെ 2 മടങ്ങാണ്. അതായത് ഈ ബിന്ദു നടുവരകളെല്ലാം 2:1 എന്ന അംശബന്ധത്തിൽ എന്ത് ചെയ്യും? ഭാഗിക്കും. ഈ നടുവരകൾ കൂട്ടിമുട്ടിയാണ് നമുക്ക് കൂട്ടിമുട്ടുന്ന പോയിന്റിലാണ് നമുക്ക് എന്ത് കിട്ടുക? സെൻട്രോയിഡ് കിട്ടുക, മധ്യമ കേന്ദ്രം എന്ന് പറയുന്ന സാധനം കിട്ടുന്നത് കേട്ടോ. In any triangle, all 3 medians intersect at a single point. The distance of this point from each vertices is twice the distance from the midpoint of opposite side. In other words, this point divides each median in the ratio 2:1. As median in the sense, നമ്മൾ ഒരു triangle വരച്ചു കഴിഞ്ഞാൽ, for example, we are drawing a triangle. If we draw a triangle, നമ്മൾ ഇവിടെ ഒരു മീഡിയൻ എടുക്കുന്നു. മീഡിയൻ മീൻസ് നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ എന്ത് ചെയ്യുന്നു? ഈ പോയിന്റിൽ നിന്ന് ഇവിടുത്തെ മിഡ് പോയിന്റ്, ഇതൊരു മിഡ് പോയിന്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ, if it is a mid point, we can draw a line like this and take midpoint of this side as this point and draw a median like this. This line is called a median. Okay, അപ്പോൾ എന്ത് ചെയ്യും? ഒരു പോയിന്റിൽ കൂട്ടിമുട്ടും. ദിസ് പോയിന്റ് ഈസ് കോൾഡ് സെൻട്രോയിഡ്. ഓക്കെ, സെൻട്രോയിഡ്, മധ്യമ കേന്ദ്രം എന്ന് പറയും. സെൻട്രോയിഡ്, മധ്യമ കേന്ദ്രം. ഈ മധ്യമ കേന്ദ്രത്തിലാണ് എന്ത് വരുന്നത്? നമ്മുടെ ഈ വരയെ ഏത് റേഷ്യോയിൽ മുറിക്കും? 2:1 അഥവാ 1:2. ഓക്കെ, 2:1. ഏത് പാർട്ടാണോ സൈഡിന്റെ അവിടെ വരുന്നത് അത് 1 പാർട്ടും, വെർട്ടെക്സിന്റെ അവിടെ, മൂലയുടെ അവിടെ വരുന്നത് 2 പാർട്ടും ആയിരിക്കും. വശത്തിന്റെ മധ്യബിന്ദുവിന് അടുത്ത് വരുന്നത് എന്തായിരിക്കും? 1 പാർട്ടായിരിക്കും.
വെർട്ടെക്സിനടുത്ത് വരുന്നത് 2 പാർട്ടായിരിക്കും. മൂന്നാമതൊരു വര വരച്ചാൽ എന്ത് ചെയ്യും? ഈ മിഡ് പോയിന്റും ഇതും കണക്ട് ചെയ്തൊരു വര വരച്ചാൽ എന്ത് ചെയ്യും? ദാറ്റ് വിൽ ഓൾസോ ക്രോസ് ത്രൂ ദിസ് പോയിന്റ് ആൻഡ് ദിസ് വിൽ ബി 1 പാർട്ട് ആൻഡ് ദിസ് വിൽ ബി 2 പാർട്ട്. വെർട്ടെക്സിനടുത്തുള്ള പാർട്ട്, മൂലകൾക്ക് അടുത്തുള്ള പാർട്ട് എന്തായിരിക്കും? അത് 2 പാർട്ടും വശങ്ങൾക്ക് അടുത്തുള്ളത് 1 പാർട്ടും ആയിരിക്കും. ഓക്കെ, ഇതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മളൊന്നുകൂടെ വായിച്ചു നോക്കുക, വീഡിയോ കണ്ടു നോക്കുക. കോൺസെപ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന അതേ സാധനം തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമുക്ക് ഇതിൻ്റെ അനുബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോ സീരീസിൽ, അടുത്ത വീഡിയോ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.